ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന ജൂനിയർ ഇൻസ്പെക്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജൂനിയർ ഇൻസ്പെക്ടറിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. പ്രൊവിഷണലല്ല, ആൻസർ കീ ആണ്. പ്രൊവിഷണൽ ആൻസർ കീ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. 120/2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ കോഡ് നമ്പർ നമുക്ക് സി കോഡാണ്. ഓക്കെ, ബി കോഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ബി ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താണ്? ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. റോച്ചബിൾ പ്രിൻസിപ്പിൾ ഫസ്റ്റ് സ്റ്റേജ് ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 3, 4 എന്നിവയാണ്. ഓക്കെ, രണ്ടാമത് നോക്കും. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. വൈ റോച്ച്ഡേറ്റ് ഈസ് കോൾഡ് പൈനിയർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഓപ്ഷൻ ബി ആണ് 2 വരുന്നത്. 1ഉം 2ഉമാണ് ശരി. ഓക്കെ, 1ഉം 2ഉമാണ്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിങ് ദി ഫസ്റ്റ് പെർമനൻറ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സ്റ്റോർ. അതുപോലെ ദേ സക്സീഡഡ് ഇൻ ഗിവിങ് എ ഡെഫിനിറ്റ് ഷേപ്പ് ടു ദി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. മൂന്നാമത് നോക്കും. ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ICA സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3. ഓക്കെ, ഓപ്പൺ മെമ്പർഷിപ്പ് വരും, ഡെമോക്രാറ്റിക് കൺട്രോൾ വരും, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ വരും. ഓക്കെ, അടുത്ത് നോക്കാം. നാലാമത് നോക്കൂ. ദ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ICA സെക്കൻഡ് സ്റ്റേജ് ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1ഉം 2ഉം 3ഉം. റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഡൾട്ടറേറ്റഡ് ഗുഡ്സ്. മൂന്നാമത്തെ ക്യാഷ് ട്രേഡിംഗ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദ പ്രിൻസിപ്പിൾ ഓഫ് ICA 1995 ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. എന്താണ്? എല്ലാം 1ഉം 2ഉം 3ഉം 4ഉം വരും. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ വരും, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് വരും, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ വരും, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റ്സ്. ഓക്കെ, എല്ലാം വരും. അടുത്തത് ആറാമത്തെ ചോദ്യം. വിച്ച് ആർ ദ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ കേരള. ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. നോൺ അഗ്രികൾച്ചറൽ ആണ് ചോദിച്ചിരിക്കുന്നത്. 3ഉം 4ഉമാണ്. പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റി, അതുപോലെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഏഴാമത്തെ നോക്കും. വിച്ച് സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ് മെയിൻലി ഫോർ പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു അൺസ്കിൽഡ് വർക്കേഴ്സ് ഇൻ റൂറൽ ഏരിയ. ഓപ്ഷൻ സി ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ആണ്. 8. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദ ഒബ്ജക്റ്റീവ് ഓഫ് റെയ്ഡ്കോ ആർ. ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4. ഏതാണ്? ടു സപ്ലൈ അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റേഷൻ ടു അഗ്രികൾച്ചറിസ്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്, ടു ഓർഗനൈസ് റിപ്പയർ ആൻഡ് സർവീസ് സെൻറ്റർ. മൂന്നാമത്തെ ടു സപ്ലൈ ഓഫ് അഗ്രികൾച്ചർ സ്പെയർ പാർട്സ് ആൻഡ് ഇൻപുട്സ്, ടു ഓർഗനൈസ് ഫ്രൂട്ട് പ്രോസസ്സിംഗ് യൂണിറ്റ്. എല്ലാം വരും. ഓക്കെ, വോയിസ് വീഡിയോ ഒക്കെ ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അവിടെ നോക്കൂ. 9. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് വരുന്നത്. വിച്ച് ആർ ദ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. 1ഉം 2ഉം 3ഉമാണ്. ഷെയർ ക്യാപിറ്റൽ, എൻട്രൻസ് ഫീ, റിസർവ് ഫണ്ട്. ഓക്കെ, ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം. 10ാമത്തെ ചോദ്യം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. വിച്ച് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 3, 4. ഓപ്ഷൻ ബി ടു പ്രൊവൈഡ് ലോൺസ് ടു അഫിലിയേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. അതുപോലെ രണ്ടാമത്തെ ടു അറേഞ്ച് ഫോർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ അഫിലിയേറ്റഡ് സൊസൈറ്റീസ്, ടു മെയിൻറ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് സബോർഡിനറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, ടു ഓപ്പൺ ബ്രാഞ്ചസ് ഓഫ് ദി ബാങ്ക്. എല്ലാം വരുന്നുണ്ട്. 11 നോക്കൂ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദ ഫോളോവിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് PCA RDB ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം വരും. ടു പ്രൊമോട്ട് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, ടു ലെൻഡ് ഓൺ സെക്യൂരിറ്റി ഓഫ് ഫിക്സഡ് അസറ്റ്, പർച്ചേസ് ഓഫ് മെഷീനറി, ടു പ്രൊവൈഡ് ലോൺസ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. എല്ലാം വരുന്നുണ്ട്. 12ാമത്തെ നോക്കൂ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദ ഫോളോവിങ് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് NAFED ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബയോ ആണ്. ഓക്കെ, ടു ഓർഗനൈസ്, പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറേജ്
of agricultural products, distribution of agriculture machinery, inter and intra-state import and export trade, to undertake marketing research. എല്ലാം വരുന്നുണ്ട് all of the above ആണ്. 13 നോക്കിക്കേ, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദ പവേഴ്സ് ഓഫ് NCDC ഇൻക്ലൂഡ്സ് 1, 2, 3, 4 എല്ലാം വരുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് വരുന്നത്. അഡ്വാൻസ് ലോൺസ്, ഗ്രാൻഡ്സ് ആൻഡ് സബ്സിഡീസ് ടു ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ഫിനാൻസിങ് കോപ്പറേറ്റീവ്സ്. രണ്ടാമത്തെ, പ്രൊവൈഡ് ലോൺ ആൻഡ് ഗ്രാൻഡ്സ് ഡയറക്ട്ലി ടു ദി നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. മൂന്നാമത്തെ, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. നാലാമത്തെ, ഹെൽപ്പ് ദ ലോങ് ടേം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അല്ലേ, എല്ലാം വരുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 14 നോക്കിക്കേ, വിച്ച് വൺ ഈസ് ദ അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് in the country for supporting and promoting agriculture and rural development. ഓപ്ഷൻ സി ആണ് വരുന്നത്. നബാർഡ് ആണ്. ഓക്കെ അല്ലേ. അവിടെ നോക്കാം. 15ാമത്തെ ചോദ്യം നോക്കിയേ, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദ സർവീസസ് ഓഫേർഡ് ബൈ NCHF ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓൾ ഓഫ് ദി എബോ എല്ലാം വരും. ഓക്കെ. ഗൈഡിങ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദ മാറ്റർ ഓഫ് സെറ്റിംഗ് അപ്പ് ഹൗസിംഗ് ഫെഡറേഷൻ. അതുപോലെ പ്രൊവൈഡിങ് കോമൺ ഫോറം ടു മെമ്പർ ഫെഡറേഷൻ ടു എക്സാമിൻ പ്രോബ്ലംസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. മൂന്നാമത്തെ, അസിസ്റ്റിംഗ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഓൺ ജനറൽ ഇൻഷുറൻസ്, അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ് ഇൻ ഓർഗനൈസിംഗ് കോഴ്സസ് അസ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. എല്ലാം വരും. ഓപ്ഷൻ ബി ഓൾ ഓഫ് ദി എബോവ് ആണ്. 16 നോക്കിയേ, വിച്ച് വൺ ഈസ് അവർ കൺട്രീസ് ലീഡിംഗ് ഫെർട്ടിലൈസർ പ്രൊഡ്യൂസർ ഇൻ ദി കോപ്പറേറ്റീവ് സെക്ടർ. കോപ്പറേറ്റീവ് സെക്ടറിലെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ IFFCO. ഓക്കെ, IFFCO. ഓക്കെ. അടുത്ത് 17, വിച്ച് വൺ ഈസ് ദ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. നാഫെഡ് ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 17. അടുത്ത് നോക്കൂ. 18ാമത്തെ ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ. ദ ഫോളോവിങ് ആർ ദ കോമൺ പോയിൻറ്റ്സ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ദ ക്യാപിറ്റലിസ്റ്റിക് കൺസേൺ. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഒന്ന് മാത്രമാണ്. കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം യൂസസ് ലേബർ ആൻഡ് അതർ ഫാക്ടേഴ്സ് ആൻഡ് ഒബ്റ്റെയിൻ അറ്റ് വെരി ലോ പ്രൈസ്. ഓക്കെ. അടുത്ത് നോക്കാം. 19ാമത്തെ ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം. കോപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിലുള്ള ഡിഫറൻസിൽ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 4 മാത്രം. നൺ ഓഫ് ദി എബോ. അല്ല, എല്ലാം വരുന്നുണ്ട്. കോപ്പറേഷൻ ഈസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദി മെമ്പേഴ്സ് ഇൻട്രസ്റ്റ് വെയർ ആസ് ക്യാപിറ്റലിസം ഈസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ, ഇൻ കോപ്പറേഷൻ മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ബട്ട് ഇൻ ക്യാപിറ്റലിസം മെമ്പർഷിപ്പ് ഈസ് റെസ്ട്രിക്റ്റഡ്. മൂന്നാമത്തെ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് കോപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് വെയറാസ് ക്യാപിറ്റലിസം ഇറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് ഫ്യൂ പീപ്പിൾസ്. ഓക്കെ. ഇവിടെ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ അല്ലേ. ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദി എബോ ആണ് വരുന്നത്. ഓക്കെ. ഓപ്ഷൻ ഡി. 20, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ റിഗാർഡിംഗ് കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 2ഉം 1ഉമാണ്. ഓക്കെ. 3 and 1 ഓൺലി. 3 എന്താണ്? ബോത്ത് ട്രൈ ഫോർ എലിമിനേറ്റിംഗ് ദ ഈവിൽ എഫക്ട്സ് ഓഫ് കോമ്പറ്റീഷൻ. അതുപോലെ 1, കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം എയിംസ് അറ്റ് ദ വെൽഫെയർ ഓഫ് ദി കമ്മ്യൂണിറ്റി. ഓപ്ഷൻ സി ആണ് വരുന്നത്. അവിടെ നോക്കിക്കേ. 21 എന്താണ്? ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ റിഗാർഡിംഗ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ സോൾ ട്രേഡർ ബിസിനസ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ്. ദ മെയിൻ എയിം ഓഫ് സ്റ്റോൾ ട്രേഡർ ബിസിനസ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ് വെയറാസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു റെൻഡർ സർവീസ് ടു മെമ്പേഴ്സ്. അതുപോലെ സോൾ ട്രേഡേഴ്സ് cannot റൈസ് ക്യാപിറ്റലിസം ബൈ ഇഷ്യൂയിങ് ഷെയർസ് വെയർ ആസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാപിറ്റൽ ഈസ് റൈസ്ഡ് ബൈ ഇഷ്യൂയിങ് ഷെയർസ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 22, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ഗിവൺ ബിലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1ഉം 2ഉമാണ്. ഒന്നെന്താണ്? ദ മെമ്പർഷിപ്പ് പാറ്റേൺ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ 25% ഡ്രോൺ ഫ്രം ഡിഫറെൻറ്റ് ഫാമിലീസ്. രണ്ടാമത്തെ, കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ റൈസ് ഫണ്ട്സ് ഫ്രം മെമ്പേഴ്സ്. അത് രണ്ടുമാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 23 നോക്കിയേ. ആസ് പെർ ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 3rd Amendment Bill 2022, ദ ടോട്ടൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്
in the federal society shall not exceed 25% of the total membership in the society. ഓപ്ഷൻ സി ആണ് വരുന്നത്. 24 നോക്കിക്കേ. ദ മാക്സിമം ഏജ് ലിമിറ്റ് ഫോർ സീക്കിംഗ് മെമ്പർഷിപ്പ് ഇൻ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള. ഓപ്ഷൻ ഡി 45 യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാക്സിമം ഏജ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. 25 എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ഫയൽ റിട്ടേൺസ് വിത്തിൻ 6 months of the closure of every financial year before the registrar. ഓപ്ഷൻ സി ആണ് വരുന്നത്. 26 സെക്ഷൻ 65 of the Cooperative Societies Act 1969 deals with the enquiry and section 66 of the Cooperative Societies Act 1969 deals with dash inspection അല്ലേ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഡാഷ് വെറുതെ ഇവിടെ തന്നെ. 27 നോക്കൂ. ഹൂ ഈസ് ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ഫോർ അപ്പീൽ എഗെയിൻസ്റ്റ് ആൻ ഓർഡർ പാസ്ഡ് ബൈ ലിക്വിഡേറ്റർ അണ്ടർ സെക്ഷൻ 73 ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഓപ്ഷൻ സി ആണ്. രജിസ്ട്രാർ ആണ് വരുന്നത്. 28 സെക്ഷൻ ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 ഡീൽസ് വിത്ത് റിവിഷൻ ബിഫോർ ദ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ 84 ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 29 ഇഫ് ദ സെയിൽ ഓഫർ കണ്ടക്ട്സ് സെയിൽസ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് നോട്ടീസ് രജിസ്ട്രാർ ഈസ് ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റി ഫോർ അപ്പീൽ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 30 നോക്കിക്കേ. ഇഫ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എക്സ്പെൽഡ് ഫ്രം മെമ്പർഷിപ്പ് ഹൂ ഈസ് ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റി ഓഫ് അപ്പീൽ. ഓപ്ഷൻ സി തന്നെയാണ്. രജിസ്ട്രാറാണ് അതോറിറ്റി വരുന്നത്. 31 സെക്ഷൻ 78 ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 ഡീൽസ് വിത്ത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ്. ഓക്കെ, അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് 78. ഓപ്ഷൻ സി ആണ് വരുന്നത്. 32 ആസ് പെർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എവരി സൊസൈറ്റി ഷാൽ ട്രാൻസ്ഫർ നോട്ട് ലെസ് ദാൻ 50% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. ഓപ്ഷൻ ബി ആണ് 15. ഓക്കെ, 33 സെക്ഷൻ 57 ബി ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഡീൽസ് വിത്ത് ഓപ്ഷൻ ബി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 34 ചോദ്യം സെക്ഷൻ ഡാഷ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഡീൽ വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ് 48 ആണ്. ഓക്കെ, സെക്ഷൻ 48 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 35 ഡാഷ് ഈസ് ദ ബേസിസ് ഓൺ വിച്ച് അഫിലിയേഷൻ ഫീ പേയബിൾ ബൈ സൊസൈറ്റി ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് കാൽക്കുലേറ്റഡ്. ഓപ്ഷൻ സി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓപ്ഷൻ സി ആണ് വരുന്നത്. 36 ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റൈസ്ഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ഇഷ്യൂയിങ് ഷെയർ ഈസ് കാൾഡ് നോമിനൽ ക്യാപിറ്റൽ. ഓപ്ഷൻ എ ആണ്. 36 ഓപ്ഷൻ എ ആണ് വരുന്നത്. അവിടെ നോക്കിക്കേ. 37 വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ്. ഒന്ന് മാത്രമാണ്. ഓപ്ഷൻ സി ആണ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് നോട്ട് ഓൺലി ഫിനാൻഷ്യൽ ബട്ട് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. 38 നോക്കിക്കേ. ദ മാക്സിമം ഓഡിറ്റ് ഫീ പേയബിൾ ബൈ എ ജനറൽ കാറ്റഗറി സൊസൈറ്റി വിൽ നോട്ട് എക്സീഡ് 1 lakh. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 38. 39 വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്. 1 ഉം 2 ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫാമിംഗ് സൊസൈറ്റി വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഷാൾ ആൻഡ് ഗ്രാൻറ്റ്സ് ലോൺസ് ഷാൾ പേ ഓഡിറ്റ് ഫീ. അതുപോലെ 2 വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി നീഡ് പേ ഓൺലി ഹാഫ് ദ റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ ചാർജബിൾ. കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. 1 ഉം 2 ഉം. 40 ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിൻറ്റഡ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഷാൾ കംപ്ലീറ്റ് ഓഡിറ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് 4 months and within a period of 3 months from the date of receipt of audit reports. The director of cooperative audit shall issue audit certificate to the concerned society. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് വെച്ചിട്ട് ഓപ്ഷൻ ഡി ആണ് നമുക്ക് എഴുതാവുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ. 41 when the auditor concludes that the financial statement give true and fair view of state of affairs of the business, then he will issue option B unqualified report ആണ്. unqualified report.
42 വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ ഓപ്ഷൻ സി ആണ് വരുന്നത് 1 3 ഇൻറ്റേർണൽ ചെക്ക് ഈസ് എ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ അതുപോലെ ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ ഓക്കെ അടുത്ത് നോക്കാം 43 എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ കാൾ ഫോർ എ ജനറൽ മീറ്റിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months from the end of accounting year and the maximum period of holding general meeting may be extended by the registrar for a maximum period of 3 months. Option C ആണ് വരുന്നത് 44 ad hoc committee will be in power for a period of 3 months from the date of registration. Option C ആണ് 45 match the following ആണ് ചോദിച്ചിരിക്കുന്നത് first reserve bank notes issued. ഓപ്ഷൻ സി ആണ് ഓക്കെ ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത് ഒന്ന് തന്നെ എഴുതുമ്പോഴേക്കന്നെ നമുക്ക് ആൻസർ കിട്ടി അടുത്ത് നോക്കിക്കേ 46 മാച്ച് ദ ഫോളോവിങ് ആണ് ചോദിച്ചിരിക്കുന്നത് സേവിങ് ഡെപ്പോസിറ്റ് കറൻറ്റ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന ചോദ്യം ഓപ്ഷൻ എ ആണ് വരുന്നത് ഓക്കെ ഓപ്ഷൻസ് ഒന്ന് നോക്കിയാൽ മതി അടുത്ത് നോക്കിക്കേ 47 സ്റ്റേറ്റ്മെൻ്റ് ആണ് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ബേസിക് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് account are designed for financial inclusion and cannot be opened with zero or minimal balance. Statement 2 current account saving account combine the feature of current and saving account. Option D ആണ് 1 ഇൻകറക്റ്റും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയുമാണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് 48 നോക്കിക്കേ അസെഷനും അതുപോലെ റീസണും ആണ് തന്നിരിക്കുന്നത് ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ബാങ്ക് ലീഡ്സ് to an increase in the money supply in the economy. Reason when banks provides loans the money is deposited back into the banking system creating additional deposit. ഏതാണ് ഓപ്ഷൻ എ ആണല്ലേ വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓപ്ഷൻ എ ആണ് 48 വരുന്നത് 49 മാച്ച് ദ ഫോളോവിങ് ആണ് യൂണിറ്റ് ബാങ്കിങ് ബ്രാഞ്ച് ബാങ്കിങ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് തുടങ്ങുന്നതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 1 സി 2 എ 3 ഡി 4 ബി 50 നോക്കിയേ വിച്ച് സെക്ഷൻ ഓഫ് ദി ആർ ബി ഐ ആക്ട് പ്രൊവൈഡ്സ് ദ റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട്സ് ആൻഡ് prescribes the forms of notes. Option A section 22 and 25. 51ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആണ് തന്നിരിക്കുന്നത് ദ പ്രിൻസിപ്പിൾ ഈസ് ഇൻഫ്ലേഷണറി ഇൻ നേച്ചർ അതുപോലെ ദ പ്രിൻസിപ്പിൾ ഡസ് നോട്ട് കമാൻഡ് പബ്ലിക് കോൺഫിഡൻസ് ഓപ്ഷൻ ഡി ആണ് ബോത്ത് റിലേറ്റ്സ് ടു ദി ബാങ്കിങ് പ്രിൻസിപ്പിൾ 52 വീണ്ടും മാച്ച് ദ ഫോളോവിങ് ആണ് തന്നിരിക്കുന്നത് പെർഫോം മെർച്ചൻറ്റ് ബാങ്കിങ് ഫംഗ്ഷൻ എന്ന് തുടങ്ങുന്ന ചോദ്യം ഓപ്ഷൻ എ ആണ് 53 സ്റ്റേറ്റ്മെൻ്റ് ആണ് വീണ്ടും തന്നിരിക്കുന്നത് ഓർഗനൈസ്ഡ് ബാങ്കിങ് ഇൻ ഇന്ത്യ ഫസ്റ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ശരിയാണ് ദ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ബൈ മെർജിങ് ദി 3 പ്രസിഡൻഷ്യൽ ബാങ്ക്സ് അതും ശരിയാണ് അല്ലേ ഓപ്ഷൻ എ ആണ് ബോത്ത് ദീസ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് 54 ഹൗ മെനി ബാങ്ക്സ് ആർ നാഷണലൈസ്ഡ് ഇൻ ദി ഇയർ 1980 ഓപ്ഷൻ ഡി ആണ് 6 ആണ് വരുന്നത് ഓപ്ഷൻ ഡി 55 ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം ഈസ് ടു ഐഡൻറ്റിഫൈ അൺബാങ്ക്ഡ് ആൻഡ് അൺബാങ്ക്ഡ് റീജിയൻ ഇൻ ദി ഡിസ്ട്രിക്റ്റ് ഓക്കെ അത് ശരിയാണ് റീസൺ തന്നിരിക്കുന്നു ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അതും കറക്റ്റ് ആണല്ലേ അപ്പോൾ ഓപ്ഷൻ എ ആണ് ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ 56 മാച്ച് ദ ഇക്വിറ്റി പ്രൊപ്പോർഷൻ ഓഫ് ആർ ആർ ബി ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓക്കെ 57 വാട്ട് ഈസ് ദ റെക്കമെൻഡേഷൻ ഓഫ് നരസിംഹം കമ്മിറ്റി റിഗാർഡിംഗ് ദ റേറ്റ് ഓഫ് SLR ആൻഡ് CRR ഓപ്ഷൻ സി ആണ് ടു റെഡ്യൂസ് ബോത്ത് സോ ദാറ്റ് ടു ഇംപ്രൂവ് ദ റിസോഴ്സസ് ബേസ് ഓഫ് ബാങ്ക്സ് 58ാമത്തെ ചോദ്യം നെയിം ദ ബാങ്ക് വിച്ച് വെയർ മേർജ്ഡ് വിത്ത് ബാങ്ക് ഓഫ് ബറോഡ ഓപ്ഷൻ ഡി ആണ് വിജയ ബാങ്ക് ആൻഡ് ധന ബാങ്ക് ഓപ്ഷൻ ഡി ആണ് വരുന്നത് 59 നെയിം ദി ലോക്കൽ ഏരിയ ബാങ്ക് ഓഫ് ലൈസൻസ് ഓഫ് വിച്ച് വാസ് ക്യാൻസൽഡ് ബൈ RBI ഇൻ 2020 അല്ല 2020 ഏതാണ് സുജേന്ദ്ര ലോക്കൽ ഏരിയ ബാങ്ക് ഓപ്ഷൻ ബി ആണ് വരുന്നത് 60 വിച്ച് കമ്മിറ്റി recommended for the formation of differentiated banking in India ഓപ്ഷൻ എ ആണ് വരുന്നത് ഓക്കെ നച്ചിക്കേറ്റ് മോർ കമ്മിറ്റി ഓപ്ഷൻ എ ആണ് വരുന്നത് 61 വീണ്ടും സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത് ഡിമാൻഡ് ദറ്റ് ടൈം ലയബിലിറ്റി മീൻസ് ടോട്ടൽ ലയബിലിറ്റീസ് ദാറ്റ് മസ്റ്റ് ബി മെറ്റ് എയ്തർ ഓൺ ഡിമാൻഡ് ഓർ അറ്റ് എ
specified time in the future. അതുപോലെ approved securities means the securities issued by the companies or such other securities as may be specified by the Reserve Bank from time to time. Option C ആണ്. Statement 1 is correct, statement 2 is incorrect. 62 addition to the business of banking company may engage certain forms of other business. Identify the permitted business of banking company. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 4, 5 ഓക്കെ 3 മാത്രമാണ്. ഡീൽ ഇൻ ദ ബൈയിങ് ഓർ സെല്ലിങ് ഓർ ബാർട്ടറിങ് ഓഫ് ഗുഡ്സ് എന്നുള്ളത് മാത്രമാണ് എന്താണ് തെറ്റായി വരുന്നത്. 1, 2, 4, 5 കറക്റ്റായിട്ട് വരുന്നത്. 63 നോക്കിക്കേ. എവരി ബാങ്കിങ് കമ്പനി ഷാൾ before appointing, reappointing or removing any auditor or auditors obtain the previous approval of the Reserve Bank. ശരിയാണല്ലോ. അണ്ടർ സെക്ഷൻ 30 of the Banking Regulation Act 1949 every banking company is required to have its accounts audited by a person duly qualified under a law to act as an auditor of companies. ഓക്കെ ഓപ്ഷൻ എ ആണ് വരുന്നത്. Both A and R are true. R is the correct explanation. 64 വീണ്ടും മാച്ച് ദ ഫോളോവിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ 17 അതുപോലെ സെക്ഷൻ 36AE സെക്ഷൻ 44A ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 65 നോക്കിയാൽ അറേഞ്ച് ദ ഫോളോവിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആണ്. ജസ്റ്റ് ഇതിലെ വർഷങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 90, 90, 28, 90, 34 ഓക്കെ ഓപ്ഷൻ എ ആണ് വരുന്നത്. 2, 1, 3. 66 നോക്കിക്കേ. ദ മോഡൽ കോപ്പറേറ്റീവ് ബിൽ ഓഫ് 1956 ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 2 ആർ കറക്റ്റ്. വാസ് കൺസീവ്ഡ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് S.T. രാജ. ശരിയാണ്. ഗേവ് എംഫസിസ് ഓൺ ഡെമോക്രാറ്റിക് ഗവേണൻസ് അല്ലേ. 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. 67 വീണ്ടും സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ദ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് ഓഫ് 1991 recognized the need for enhancing the professional management of cooperatives. അതുപോലെ the Model Cooperatives Act of 1991 mandated cooperative to have open and voluntary membership policies ensuring that anyone who meets basic requirement can join. Option C ആണ്. Both statements are true but 2 is not correct explanation. അടുത്ത നോക്കാം. 68 the registration of a cooperative society shall stand cancelled and the cooperative societies shall be deemed to have been dissolved and shall cease to exist the cooperative body. ഓപ്ഷൻ എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. ഓക്കെ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയായിരുന്നു? when the part of the asset and liability of such cooperative societies are transferred to another cooperative society or when such cooperative societies divide itself into 2 or more cooperative society. ഓപ്ഷൻ എ ആണ് വരുന്നത്. 69 as per the Multi-State Cooperative Societies Act 1984 who has the authority to issue the certificate of registration ആരാണ്? സെൻട്രൽ രജിസ്ട്രാർ ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 70 in Kerala Cooperative Society Amendment Act 2023 which section was amended to include administrative audit. ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 2 ആണ്. 71 the norms of banks aimed at mitigating the risk and strengthening the capital structure. ഓപ്ഷൻ എ ആണ്. ബേസൽ നോംസ് ആണ് വരുന്നത്. 72 ഡാഷ് ഈസ് നോൺ ആസ് ദ പേപ്പർലെസ് ബാങ്കിങ്. എന്താണ് ഇവിടെ? ഓപ്ഷൻ സിയും ബിയും പറയാമെങ്കിലും എന്താണ് ഓപ്ഷൻ ബി പറയാം അല്ലേ. ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഓക്കെ മൊബൈൽ ബാങ്കിങ് എന്നാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ബി കൊടുക്കാം. 73 അനദർ നെയിം ഓഫ് ഇലക്ട്രോണിക് മണി ഈസ് ഇ ക്യാഷ് മണി. ഓപ്ഷൻ എന്താണ്? ബി ആണ്. ട്രൂ. ഓക്കെ 74 ഡാഷ് refers to delivery of financial services at a affordable cost to the disadvantageous low income segment of the society. ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ്. 75 ക്രോസിംഗ് ഈസ് നോൺ ആസ് ക്യാൻസലേഷൻ ഓഫ് ചെക്ക് അല്ലേ. ഓപ്ഷൻ എ ആണ്. എന്താണ് ചിലപ്പോൾ ഡിലീറ്റായി പോകാവുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ കൊടുക്കാം. ഓക്കെ 76 ദ റിസൾട്ട്
of increasing in cash reserve ratio by RBI is option C, decrease the supply of money in the economy. 77 നോക്കിക്കേ, which among the following is not a function of RBI ആണ് ചോദിച്ചിരിക്കുന്നത്. ഇഷ്യൂവൻസ് ഓഫ് കോയിൻസ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് 77 വരുന്നത്. 78 ദ ആപ്ലിക്കബിലിറ്റി ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ദ ഹോൾ ഓഫ് ഇന്ത്യ. 79 ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡെൽറ്റ് ഇൻ സെക്ഷൻ 5 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 80 വിച്ച് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു പീരിയഡ് ഓഫ് ഗ്രേസ്. ഓപ്ഷൻ സി ആണ് എ ബിൽ ഓർ നോട്ട്സ് പേബിൾ ആഫ്റ്റർ സൈറ്റ്. 81 ദ ഇൻ്ററിം കോമ്പൻസേഷൻ ഷാൾ ബി പെയ്ഡ് വിത്തിൻ 60 ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഓർഡർ ഓർ വിത്ത് ഇൻ സച്ച് ഫർദർ പീരിയഡ് നോട്ട് എക്സീഡിങ് 30 ഡേയ്സ് ആസ് മേ ഡയറക്റ്റഡ് ബൈ ദി കോർട്ട്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 82 എന്താണ്, വാട്ട് ഈസ് ദ സ്പോൺസർ ബാങ്ക് ഷെയർ ഇൻ RRB റീജിയണൽ റൂറൽ ബാങ്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, 35% ആണ്. 83 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഓഫേഴ്സ് ക്രെഡിറ്റ് ടു റൂറൽ ഹൗസ് ഹോൾഡ്സ്. ഓപ്ഷൻ സി ആണ്. ബോത്ത് എ ആൻഡ് ബി കറക്റ്റ്. വിത്തൗട്ട് കൊളാട്രൽ അല്ലേ, ഓപ്ഷൻ എ. അതുപോലെ അറ്റ് എ മോഡറേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, രണ്ടും ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. 83. 84 ദ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ബാങ്ക്. ഓപ്ഷൻ ബി ആണ്, ബന്ധൻ ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 85 ഓപ്ഷൻ ഡി ആണ്, നബാർഡ് ആണ് വരുന്നത്. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനിഷ്യേറ്റ് ദ മൈക്രോ ഫിനാൻസ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. നബാർഡ് അല്ലേ, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 86 Dash is an inter-branch networking and data sharing platform that helps customers to operate their accounts from any city in India. Option C ആണ്, centralized banking solution. Okay. 87 in Dash approach the computerized branches of the each city connected with a regional processor located at each such city. Cluster ആണ്, ഓപ്ഷൻ ഡി. ഓക്കെ. 88 what is the age group for adult pension between 80 and 40 years. ഓപ്ഷൻ സി ആണ് വരുന്നത്. 89 the revised rate of premium which will be debited for പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. ഓപ്ഷൻ എ ആണ്, 436 ആണ്. 90 നോക്കിയേ, 90 മുതൽ എന്താണ്, ഐ ടി ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഓർ ആർ കൺസിഡർഡ് ആസ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിവൈസ് ഡ്രൈവർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അസംബ്ലർ എല്ലാം ശരിയാണല്ലോ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 92 നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഈസ് ഓർ ആർ കറക്റ്റ് എബൌട്ട് പ്രോസസ് മാനേജ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. ക്രിയേറ്റിംഗ് ആൻഡ് ഡിലീറ്റിംഗ് ബോത്ത് യൂസർ ആൻഡ് സിസ്റ്റം പ്രോസസ്സസ്. അലോക്കേറ്റിംഗ് മൂന്നാമത്തെയാണ്. പ്രൊവൈഡിംഗ് മെക്കാനിസം ഫോർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ. 93 നോക്കിക്കേ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എബൌട്ട് പോളിമോർഫിസം ഇൻ പ്രോഗ്രാമിംഗ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഫങ്ഷൻ അക്സെപ്റ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓർ മെമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ് ആൻഡ് ബിഹേവ്സ് ഡിഫറെൻ്റ്ലി. ഓക്കെ. 94 വിച്ച് ഓഫ് ദി ഫോളോവിങ് IP അഡ്രസ്സസ് ഈസ് നോട്ട് designated for local area. LAN നെറ്റ്വർക്കാണ് ആസ് പെർ IETF റെഗുലേഷൻ. ഓപ്ഷൻ ബി ആണ്, 126.0.0.1. ഓക്കെ. 95 ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത് എബൌട്ട് നെറ്റ്വർക്ക് ഡിവൈസുമായി ബന്ധപ്പെട്ട് കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, 2ഉം 4ഉമാണ്. എ സ്വിച്ച് ക്യാൻ കൺസിഡേർഡ് ആസ് എ മൾട്ടിപോർട്ട് ബ്രിഡ്ജ്. അതുപോലെ റൂട്ടേഴ്സ് വർക്ക് ഇൻ ലെയർ 3 ഓഫ് ദി TCP ഓർ IP പ്രോട്ടോക്കോൾ സ്യൂട്ട്. 96 എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് പ്രോട്ടോക്കോൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇമെയിൽ. SMTP ആണ്, ഓപ്ഷൻ എ ആണ് വരുന്നത്. 97 വിച്ച് ഓഫ് ദി ഫോളോവിങ് ടാഗ്സ് ഈസ് ഓർ ആർ പ്രസൻറ്റഡ് ഇൻ HTML. ഏതാണ്, എല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ് ആണ്. 98 which of the following terms refers to the cyber attack where an attacker tried to compromise the security of a
cryptographic system by analyzing the patterns and frequencies of the encrypted data without the encryption key. ഓപ്ഷൻ ബി ആണ് ക്രിപ്റ്റാനാലിസിസ് ആണ് വരുന്നത്. 99 നോക്കിക്കേ, വിച്ച് ഓഫ് ദി ഫോളോവിങ് മോണിറ്റേഴ്സ് ഡസ് നോട്ട് യൂസ് ബാക്ക് ലൈറ്റിംഗ്. ഓപ്ഷൻ ഡി ആണ് OLED മോണിറ്റേഴ്സാണ് ബാക്ക് ലൈറ്റിംഗ് യൂസ് ചെയ്യാത്തത്. 100 നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോവിങ് മെമ്മറി കോമ്പോണൻറ്റ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി റിയൽ ടൈം ക്ലോക്ക് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. NVRM ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന എക്സാമിൻ്റെ 100 ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിയത്. 100 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒപ്പം നമ്മുടെ കട്ട് ഓഫ് പലരും ചോദിക്കുന്നുണ്ട്. നമുക്ക് നിങ്ങളുടെ എത്ര കട്ട് ഓഫ്, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ ഡാറ്റാസ് ഒന്ന് അനലൈസ് ചെയ്ത് എത്ര ഏകദേശം കട്ട് ഓഫ് വരാം എന്ന് നമുക്ക് എന്താണ് പ്രൊവിഷണൽ കീ പറയുന്ന സമയത്ത് നമുക്ക് പറയാം. ഇതിൻ്റെ പ്രൊവിഷണൽ കീ ഇന്ന് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നാളെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വന്ന ഉടനെ തന്നെ നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇതിലെന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് കൂടുതൽ ചില ഓപ്ഷൻസിൽ നമുക്കും ഡൗട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ ശരിയാക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.